ഗൂഗിൾ ക്രോമിൽ എങ്ങനെയാണ് ബുക്ക് മാർക്ക് ബാർ എനേബിൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ മുകൾ വശത്തേക്കുള്ള 3 ഡോട്ടുകളുള്ള ആ ഒരു ഐക്കണിലേക്ക് പോവുക. കസ്റ്റമൈസ് ആൻഡ് കൺട്രോൾ ഗൂഗിൾ ക്രോം എന്നാണ് അതിന് പറയുന്ന പേര്. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. അവിടെ സൈഡിലായിട്ട് നമുക്ക് യു ആൻഡ് ഗൂഗിൾ ഓട്ടോഫിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ അപ്പിയറൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ നമുക്ക് ഷോ ബുക്ക് മാർക്ക് ബാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ബുക്ക് മാർക്ക് ബാർ ഇവിടെ തെളിഞ്ഞു വരും നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് മാർക്ക് ബാർ മാഞ്ഞു പോകുന്നതും കാണാൻ സാധിക്കും. നമ്മൾ ഇത്തരത്തിൽ ബുക്ക് മാർക്ക് ബാർ ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വെബ്സൈറ്റുകൾ വളരെ അനായാസം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്യാതെ തന്നെ സേവ് ചെയ്ത് വെക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ബുക്ക് മാർക്ക് ബാർ സാധാരണ ഉപയോഗിക്കുന്നത്. നമുക്ക് വെബ്സൈറ്റുകൾ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫോൾഡേഴ്സ് ആയിട്ട് തരം തിരിച്ചൊക്കെ ബുക്ക് മാർക്ക് ബാറിൽ സേവ് ചെയ്ത് വെക്കുവാൻ സാധിക്കും. ഇവിടെ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളൊക്കെ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പേരിൽ നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. നമുക്ക് ടൈപ്പ് ചെയ്യാതെ അതിനെ അവരിലേക്ക് എത്തുവാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പം ബുക്ക് മാർക്ക് ബാർ നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.